ജുബിന്റെ ബ്യൂട്ടി ടിപ്സ് അതിലേക്ക് നമുക്ക് കടക്കാം. അപ്പൊ ഫസ്റ്റ് വേണ്ടത് ഒരു പാത്രം മൈദപ്പൊടി. പുള്ളില്ലേനോ അങ്ങനെ വെച്ചിട്ട് ഇടങ്ങാറാവാതെ വല്ല മിക്സിയിലിട്ട് അടിച്ചാ പോലെ. പിന്നെ വ്യൂവേഴ്സിന് ബോർ അടിക്കൂലേ? ഞാൻ ഒന്നും ആണോ? പക്ഷെ എന്റെ ചളിയാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോ ജുബിയുടെ കുറച്ച് ബ്യൂട്ടി ടിപ്സ് ആണ്. അതായത് ജുബി ഇത്ര ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് എന്താണ് മുഖത്ത് തേക്കല്, എന്താണ് ചെയ്യല് എന്ന് കുറെ പേര് മെസ്സേജ് ആക്കി. ഉണ്ട്, ഞാൻ സമ്മതിച്ചു. അതായത് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ വീഡിയോ എടുക്കുന്ന സമയത്ത് നല്ല വെളിച്ചല്ല, ഇതുപോലെ ജനലിന്റെ അടുത്ത് സൂര്യപ്രകാശം തട്ടുന്ന സ്ഥലത്ത് പോയി നിൽക്കുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് നല്ല ഗ്ലോ കിട്ടും. നേരിട്ട് കാണുന്നവർക്ക് വലിയ ഗ്ലോ ഒന്നും ഉണ്ടാവില്ല, പക്ഷെ വീഡിയോയിൽ കാണുന്നവർക്ക് നല്ല ഗ്ലോ ഉണ്ടാവും. തീർന്നല്ലോ. സോ ജുബിന്റെ ബ്യൂട്ടി ടിപ്സ് അതിലേക്ക് നമുക്ക് കടക്കാം. അപ്പൊ ഫസ്റ്റ് വേണ്ടത് ഒരു പാത്രം മൈദപ്പൊടി, പിന്നെ കട്ടപ്പാലല്ലേ, കോഫി പൗഡർ, നെസ്കാഫേന്റെ കോഫി പൗഡർ, ഹണി, മറ്റേത് ഹണി, ഇത് റോസ് വാട്ടർ. അതെ, റോസ് വാട്ടർ എന്ന് പറഞ്ഞിട്ട് വെള്ള കളറാണല്ലോ. റോസിന്റെ കളർ എന്താ? റോസ്. അപ്പൊ ഈ കളറ് ഓക്കെ. പിന്നെ കുറച്ച് തൈര്. തൈരാണത്, ഞാൻ പാല വിചാരിച്ചു. പിന്നെ മൈദ, പാല് തേക്കാം. മൈദ കടലപ്പൊടിയോ? കടലപ്പൊടി എന്താ ഈ കളർ? ഈ കളർ തന്നെയല്ലേ കടലപ്പൊടി ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഇത്രയും ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മള് കുക്ക് ചെയ്യാൻ പോണത്. കുക്ക് ചെയ്യല്ലേ, സോറി, മുഖത്ത് തേക്കാനല്ലേ? മാറിപ്പോയി, കുക്കിംഗ് വീഡിയോ ആണ് നമ്മൾ മാറി. യെസ്, ആരും ജുബിനെ കണ്ണ് വെക്കരുത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നല്ല പച്ച വെയിലുകളൊക്കെ ഇട്ടിടത്ത് വീഡിയോ എടുക്കുമ്പോൾ പോയി കുത്തിരിക്കുക. അപ്പൊ നല്ല കളർ കിട്ടും. ഇപ്പൊ ജുബിന്റെ മുഖം ഇങ്ങനെ തിളങ്ങണത് ഞാൻ നോക്കുമ്പോ അതിന്റെ മുഖത്ത് ഫുള്ളും കൊടുക്കും, കുത്തും പുള്ളിയും കോമയൊക്കെ ഇട്ടാ. എന്താ കാര്യം? പുള്ളില്ലേനോ? അങ്ങനെ ഉണ്ടല്ലേ? ആദ്യം എനിക്ക് കുത്തുമോമി പുള്ളിയൊക്കെ ഉണ്ടായിരുന്നില്ല പത്തോ? അപ്പൊ അല്ലേനോ? ഓക്കെ, ശരി, ഞാൻ അംഗീകരിച്ചു. അപ്പൊ നമുക്ക് നല്ല വീഡിയോ കിടക്കാം. ജുബി ടിപ്സ് പറഞ്ഞതാണ്. ഞാൻ കുറച്ചധികം തൈര് എടുത്തിട്ടുണ്ട്. കാരണം ഞാൻ ഇവിടെ തൈര് വീഡിയോ ചെയ്യാൻ പോവാന്ന് പറഞ്ഞപ്പോ തന്നെ എന്റെ മാമന്റെ 2 മക്കളും പറഞ്ഞിട്ടുണ്ട് ഫേസ് തെച്ച് തരണം. അപ്പൊ അവർക്കും കൂടി ഉള്ളതുണ്ട്. ഞാൻ വിചാരിച്ച് കൂടുതൽ തൈര് എടുത്തത് ഗ്യാപ്പിൽ തിന്നാനായിരിക്കുന്നതാണ്. ഈ സമയത്ത് തൈര് തിന്നുന്നത് നല്ലതാണ്. ആണോ? ഓക്കെ. പക്ഷേ ഈ തൈര് തിന്നാൻ പറ്റില്ല, ഞാൻ കോഫി പൗഡർ ഒക്കെ ഇട്ടിട്ടല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോക്ക് കുറെ ആൾക്കാർ വീഡിയോക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഈ ടിപ്പ് പറഞ്ഞു കൊടുക്കും വിചാരിച്ചിട്ട്. ഓക്കെ, സോറി, ചെറുതിന്റെ മാതിരി കുറച്ച് ധൈര്യശാലിയാണ്, അങ്ങനെ പേടിക്കൊന്നുമില്ല. ഇവിടെ വീട്ടിൽ ഇവിടെ ഫുള്ള് പൊടിയാ കഴിച്ചു. ഞാൻ തുമ്മി എനിക്കാണെങ്കിൽ അലർജി ഉള്ളതാണ്. തുമ്മി ഫുൾ ടൈം ഇങ്ങനെ. നിങ്ങൾ ഇവിടെ നിന്ന് എടുത്ത വീഡിയോ ഒക്കെ ശ്രദ്ധിച്ചൊക്കെ മനസ്സിലാവും. അതിൽ എല്ലാത്തിലും അങ്ങനെ വലിക്കലായിരിക്കും എന്റെ പണി. ഉണ്ട്, അവിടെയും പൊടി ഉണ്ട്. ഇവിടുത്തെ പൊടി ഇട്ടാനല്ലേ ഞാൻ അവിടെ കണ്ട് വണ്ടി വിളിച്ച് പോരണത്. പിന്നെ വേലക്കാരനായിട്ടാണ് ഇങ്ങോട്ട് കൊടുത്തേക്കണ്ടേ അല്ലേ? വെറുതെ അല്ല ഓരോരുത്തർ കമന്റ്. അപ്പൊ ഒരു നെഗറ്റീവ് അല്ല, ഒരു പോസിറ്റീവ് തന്നെ ഇട്ടേക്കണ്ടത്. അവിടുന്ന് ഓടി കഴിച്ചിലായിക്കോ ബാസിറ്റേ നികരം ഉദ്ദേശിച്ചത്. സോറി, വീഡിയോ ജലദോഷം പിടിച്ചാൽ ഞാൻ എന്താ കാട്ടുള്ളൂ കുരിപ്പ. ഒരു കാര്യം ചെയ്യും, ഞാൻ ഇത് സ്റ്റാൻഡപ്പ് വെച്ചിട്ട് ഞാൻ സ്റ്റാൻഡപ്പ് വെച്ചിട്ട് പോവാ. ഈ വീഡിയോ എടുക്കാതിരിക്കുക, എന്താ വെച്ചാൽ കാട്ടിക്കോ. വേണ്ട, ഈ ഒറ്റ കൈ രസം ഉണ്ടാവില്ല, ഞാൻ തന്നെ എടുക്കാം. അപ്പൊ റെഡി. കുറച്ച് തൈര്. തൈരിലേക്ക് ഞാൻ കുറച്ച് സ്പൂൺ 2 വേണമല്ലോ. സ്പൂൺ ഞാൻ വേറെ എടുത്തോണ്ടാ? വേണ്ട, മടി വെറും മടി. കുറച്ച് മൈദപ്പൊടി അല്ല, കടലപ്പൊടി. ഓക്കെ, കുറച്ച് കടലപ്പൊടി. ഓക്കെ, പിന്നെ നമ്മളെ മെയിൻ സാധനം ഇത്. ഇതിനു മുമ്പ് ജുബി കോഫി പൗഡറിന്റെ വേറെ തേനും തക്കാളിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു സെറ്റപ്പ് നിങ്ങൾക്ക് ഓൾറെഡി ടിപ്പായിട്ട് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ. അത് നമ്മളെ താഴത്തുള്ള വീഡിയോ ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് പുതിയ സാധനമാണ് കേട്ടോ. പൊടി കുറച്ച് കൂടി പോയോ തോന്നുന്നു മൂന്നാമത്തെ എക്സ്പ്രഷൻ കണ്ടിട്ട്. പിന്നെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, കട്ടുണ്ടാവരുത് കേട്ടോ. ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട്. ഓക്കെ, റെഡിയാ? എന്താ ബൂസ്റ്റ് വരയ്ക്കാൻ ഉണ്ടല്ലോ. സോറി, ബൂസ്റ്റിന്റെ പണി ചെയ്യുമ്പോൾ ഇങ്ങനെ പൊത്തുവാക്ക് പറയുന്നത്. പൊത്തുവാക്കോ? അതൊന്നും കണ്ണ് വെക്കരുത്. കട്ടല്ലാണ്ട് ഇങ്ങനെ മിക്സിയിലിട്ട് അടിച്ചാ പോലെ.
ഞാൻ പറയുന്നുണ്ട് പറഞ്ഞ കൊത്തിട്ട് കൊടുക്കും. അയ്യോ തുമ്മൽ എന്നിട്ട് കണ്ട ഗൈസ് ഈ ഒരു കളർ വരും. ഓക്കെ ബാസിതാക്ക ഇപ്പൊ വിയർത്ത് കുളിക്കും. കറണ്ട് പോയി. വേണ്ടവർക്ക് നമുക്ക് ഹണി ഒഴിക്കാം. ഞാൻ ഒഴിക്കല്ലേ, കാരണം സ്ഥിരം ഞാൻ കുളിക്കുമ്പോൾ ഈ ഒരു സാധനം ഞാൻ ഒന്നെങ്കിൽ നമ്മളെ റീൽസിലെ ഇംഗ്ലീഷ് കൊണ്ട് പറഞ്ഞവര് ഹണി അല്ലേ, ഹണി കുറച്ച് ഹണി ഒഴിക്കുക. കറക്റ്റ് നല്ലതാണ് ഫേസിൽ തേക്കുന്നത്. ഏകദേശം ഈ ഒരു കോലത്തിലായിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് റോസ് വാട്ടർ ഇട്ട് കൊടുക്കാം. ഒക്കെ വേണമെങ്കിൽ മതി അല്ലേ, വേണമെങ്കിൽ മതി. അല്ല നിങ്ങളിത് വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിയാൽ മതി. ജുബിന്റെ മാതിരി നിങ്ങൾക്ക് ഗ്ലോ വേണോ, നിങ്ങൾക്ക് ചുർക്ക് വേണോ, സൗന്ദര്യം വേണോ, ഓൾറെഡി ഉള്ള ആൾക്കാരാണെങ്കിൽ ഉണ്ടാക്കണ്ടാ. പിന്നെ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കണം. നിങ്ങൾ മസ്റ്റ് ട്രൈ ആണ് അല്ലേ. ഇത് തേച്ചിട്ടുള്ള കോലം പോകാൻ ഞാൻ മതിയോ. എന്നിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യാം. ഞങ്ങൾക്ക് വേറൊരു ടിപ്സും കൂടി പറയാം. ഈ കോഫി പൗഡറും തേനും മാത്രം ഉണ്ടായാലും കുഴപ്പമില്ല, ഫേസ് നല്ലതാണ്. പിന്നെ നിങ്ങൾക്ക് തക്കാളിയിൽ പഞ്ചസാര, തക്കാളി പകുതി മുറിച്ചിട്ട് പഞ്ചസാരയിൽ നോക്കി നല്ലോണം സ്ക്രബ് ചെയ്താലും ഫേസ് നല്ല ഗ്ലോ ആവും. പിന്നെ ഞാൻ ഗ്ലോ ഉണ്ടാവുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ പഞ്ചസാര ഇട്ട് വരുത്തുമ്പോൾ അതിന്റെ ഓരം കൊണ്ട് മുഖത്തുള്ള തൊലിയൊക്കെ കീറി പറഞ്ഞു പോകും. അപ്പൊ പിന്നെ കുറച്ച് ചുവപ്പും കളറൊക്കെ എന്തായാലും വരുമല്ലോ, അതാണ് സംഭവം. വേറെ ഒന്നും ഞാൻ ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടാക്കുമ്പോൾ എന്റെ പാസിതാക്കാൻ എനിക്കൊന്ന് തേച്ച് ജുബിയ, എനിക്കൊന്ന് തേച്ച് തരുമോ മോളെന്ന് ചോദിച്ചിന്റെ അടുത്തേക്ക് എത്തുണ്ടല്ലോ. അതുണ്ട്, ഇല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. തേച്ചാ മതി, വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ട് തേച്ചാ മതി. അപ്പൊ ഈ ഒരു പരുവത്തിലായി. ഓക്കെ, ഇനി ഇതെടുത്തിട്ട് അടുപ്പത്ത് മുഖത്ത് തേക്കാം. ഓക്കെ, ഇനിയിപ്പോ ഞാൻ തേക്കാം. ജുബി വിത്ത് യുവർ പെർമിഷൻ എനിക്ക് വീണ്ടും തുമ്മാൻ വരുന്നുണ്ട്. നോ ഡോണ്ട് ഡു. ഞാൻ പറയാനിട്ടല്ലോ കേക്കണ്ടേ മൂക്ക്. ഇതെന്റെ പ്രൊഡക്റ്റ് ആണ്. പറയുമ്പോൾ തന്നെ ഫേസിൽ കുരുകളൊക്കെ വന്നിട്ടുണ്ടല്ലോ ഗൈസ്. ഓക്കെ, ഇതാണ് എന്റെ നാച്ചുറൽ ലുക്ക്. എങ്ങനെ സത്യം കേട്ടോ, ഇത് നാച്ചുറൽ ലുക്കാണ്. ജുബിനെ കുറിച്ച് ഇപ്പോൾ ജുബി അത്യാവശ്യം കളറുള്ളതുകൊണ്ടായിരിക്കും എല്ലാവരും ജുബി പുട്ടിയാണ്, പട്ടിയാണെന്നല്ല പുട്ടിയാണ്, മേക്കപ്പ് ആണെന്നൊക്കെ പറയലുണ്ട്. ഇല്ല, അത് പക്ക തെറ്റാണെന്ന് തന്നെ പറയാം. കാരണം ജുബി ഇപ്പോൾ ഇതിൽ ആകെ ഇട്ടിട്ടുള്ളത് കുറച്ച് ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്. അതും കുറച്ച് ഷെയ്ഡാണ് ഇട്ടിട്ടുള്ളത്, കുറഞ്ഞ ഷെയ്ഡാണ് ഇട്ടിട്ടുള്ളത്. വേറെ ഒന്നും അവള് ഫേസിൽ ഇപ്പോൾ അപ്ലൈ ചെയ്തിട്ടില്ല. ജുബിയുടെ നാച്ചുറൽ നാച്ചുറൽ ഫേസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ കുറച്ച് ഇങ്ങനെ എടുക്കുക. സത്യം പറയുകയാണെങ്കിൽ ഈ മാക്സിന്റെ അമ്മന്റെ മാക്സിയാണ്. ഇതിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് വെട്ടി നോക്കി കണ്ടെത്തി കൊണ്ടിടും. ഓക്കെ ഗൈസ്, ഈ ഒരു ഷാൾ വെക്കാം. ഞാൻ ജസ്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഹായ്, എന്താ ഇല്ല രസമില്ല. എനിക്ക് കുറച്ച് കരിനാക്കിന്റെ പ്രശ്നമുണ്ട്, അതുകൊണ്ട് ജുബിനോടൊന്നും പറയാക്കില്ല. സൗന്ദര്യത്തിനെ കുറിച്ച് ഞാൻ എന്ത് പറഞ്ഞാലും അപ്പൊ എനിക്ക് മേട്ടം കിട്ടില്ല. എനിക്ക് അപ്പൊ മിണ്ടാണ്ടിരിക്കുക. ഓക്കെ, മുണ്ടാൽ അടി നിൽക്കുക. അപ്പൊ നല്ലോണം അപ്ലൈ കുറച്ച് കട്ടി തന്നെ നിന്നോട്ടെട്ടാ. ജുബിക്ക് നല്ലോണം തേക്കാൻ അറിയാലേ. അതെ, പണ്ട് ഞാൻ കുറേ തേച്ചിരുന്നു. എടി തേപ്പിസ്റ്റേ. മിണ്ടരുത് ബസ്സിയേക്കാം. ഇല്ല, മുണ്ടാണ്ട് ഞാൻ ചെയ്യണത് നോക്കി ഇങ്ങനെ നിൽക്കാം. ഓക്കെ, മുണ്ടിയാൽ അടിയാ നിൽക്കാം. ഇല്ല, കമന്റ് പറയാൻ പറ്റുമോ? കമന്റ് പറയരുത്. കമന്റ് ആണ് നിങ്ങളോട് പറയരുത് തന്നെ. ആണോ? അപ്പൊ എന്റെ വ്യൂവേഴ്സിന് ബോർ അടിക്കൂലേ? ഞാൻ ഒന്നും കമന്റ് പറഞ്ഞാൽ തലേ കൂടെ ഞാൻ നോക്കി. ആണോ? പക്ഷെ എന്റെ ചളിയാണ് എല്ലാവർക്കും ഇഷ്ടം. വേണ്ട. അപ്പൊ രണ്ട് സൈഡിൽ ഇങ്ങനെ ആക്കി കളിക്കാം. മൂക്കിലൊന്ന് കയറി പോയാലോ. മൂക്കിന്റെ ഉള്ളിൽ കളർ വേണമെന്നുള്ളവര് മൂക്കിന്റെ ഉള്ളിലും തേക്കാം. അപ്പൊ മൂക്കിന്റെ ഉള്ളിൽ കളർ വേണ്ട. നിങ്ങൾ എന്ത് മനുഷ്യനാണ്? മൂക്കിന്റെ ഉള്ളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ തുമ്മി ചാവൂലേ? എന്റെ അവസ്ഥ ആവും. എനിക്ക് പിന്നെ അലർജിയാണ് കേട്ടോ. എനിക്ക് അലർജി, പൊടിന്റെ അലർജി നല്ലോണമുള്ള ആളാണ്. എനിക്ക് എൻ്റെ ഉമ്മ ആകെ പാരമ്പര്യമായിട്ട് തന്ന ഒരു സാധനം എന്ന് പറയുന്നത് അലർജിയാണ്. നല്ല അടിപൊളി അലർജിയാണ്. ഉമ്മാക്ക് 21 വയസ്സ് തൊട്ടാണ് വന്നത്, എനിക്കും 21 വയസ്സ് തൊട്ടാണ് അലർജി സ്റ്റാർട്ട് ആയത്. എനിക്ക് അലർജി ഉള്ളതുകൊണ്ട് പൊടി തട്ടാൻ പറ്റില്ല, അടിച്ചു തരാൻ പറ്റില്ല, എനിക്ക് പണിയെടുക്കാനേ പറ്റില്ല, വിയർപ്പിന്റെ അസുഖം ഉള്ളതാണ്. അപ്പം അലർജിയാണെന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കലാണ് സ്ഥിരം പരിപാടി. ആടോ, ഞാൻ അഥവാ പൊടിയിൽ തുമ്മി കഴിഞ്ഞാൽ, അതായത് പൊടിയിൽ നിന്ന് കഴിഞ്ഞാൽ എന്റെ അന്നത്തെ ദിവസം പോകും, പിറ്റേന്നത്തെ ദിവസം പോകും. കാരണം 2 ദിവസത്തോളം ഞാൻ കണ്ടിന്യൂ ആയിട്ട് ജലദോഷമായിട്ട് നടക്കേണ്ടി വരും. നമ്മളെ കുട്ടിക്കെങ്കിലും അലർജി കിട്ടരുത് എന്നുള്ള പ്രാർത്ഥന എനിക്കുള്ളൂ. കാരണം എന്താ പറയുക, ഞാൻ ഇപ്പം എൻ്റെ അമ്മാനെ പ്രാഗണമാരി അത് ഇനിയും പ്രാകും. ആ താന്തപ്പൊടിന്റെ പണിയാണ് ഗൈസ്. നമ്മുടെ കുട്ടിയുടെ പുട്ടി, സോറി, ഇതിനെന്തേലും പറയല്, യെസ്, ഫേസ് പാക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് എത്ര നേരം എങ്ങനെ ഉണങ്ങാൻ വെക്കണം? എന്നാ കൈത്തിലിട്ടോ. അതിന് മാത്രം കളർ മാറ്റൊക്കെ വരുന്നതായി പറയണേ. യാതൊരു ഗ്യാരണ്ടി ഇല്ല കേട്ടോ. ഡോണ്ട് ട്രൈ ദിസ് അറ്റ് ഹോം. പിന്നെ എന്ത് ഉണ്ടാക്കിയിട്ടാണ് ഈ കാണിച്ചു കൊടുക്കണത്? അല്ല, ഓൽക്ക് ചുബിത്തങ്ങൾ എന്താ ചെയ്യല്, ചുബിത്തങ്ങൾ എന്താ ഫേസ് തേക്കല്, അത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തു. ഞാൻ പറഞ്ഞിട്ട് ഇത് നിങ്ങൾ ആദ്യം കൈമല യൂസ് ചെയ്യാം. അവിടെ നിങ്ങൾക്ക് ഒന്നും വരുന്നിട്ടില്ല എന്ന് കണ്ടാൽ മാത്രം നിങ്ങൾ സ്കിന്നിലും ഫേസിലും. അത് അങ്ങനെ പറയാൻ കാരണം പലർക്കും പല സ്കിന്നാണ്, പല വെറൈറ്റി സ്കിൻ ആയിരിക്കും ഉണ്ടാവും. ഓയിലി സ്കിൻ ഉണ്ടാവും, ഡ്രൈ സ്കിൻ ഉണ്ടാവും. സോ
എല്ലാവരും ജുബി പറഞ്ഞ പോലെ കയ്യിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. ജുബി നേരെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ കാരണം ജുബി ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ്. കുളിക്കുന്നതിന് മുന്നേ നമ്മൾ ചെയ്ത് വെച്ചിട്ട് നേരെ കുളിക്കാം. ചിലരൊക്കെ ചോദിക്കാറുണ്ട് ജുബി എന്ത് ക്രീമാണ് യൂസ് ചെയ്യുന്നത്, ഏത് ബ്രാൻഡിന്റെ ക്രീമാണ് യൂസ് ചെയ്യുന്നത്. ക്രീമൊന്നും ജുബി യൂസ് ചെയ്യില്ല, ഇങ്ങനത്തെ ഐറ്റംസ് മാത്രം. അതും ജസ്റ്റ് ഒരു ഗ്ലോ കിട്ടാൻ വേണ്ടി മാത്രം കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മളെ മറ്റേ എന്താ പറയാ വൈറ്റ് ആണ്. അതുപോലെ ഞാൻ പ്രൊമോഷൻ കൊടുക്കില്ല, തന്നെ പൈസ തരൂല. ഇത്രയ്ക്ക് ഞാൻ അവർക്ക് പ്രൊമോഷൻ കൊടുത്തിട്ട് ഞാൻ വിളിക്കുക. അയ്യോ ഓരോട് ചോദിച്ചിട്ടാണ് പോലെ പ്രൊമോഷൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഇഷ്ടത്തിന് ഇതല്ലേ അവർക്ക് ഫ്രീ ആയിട്ട് അടുത്ത പ്രൊമോഷൻ അവിടെ കൊടുക്കുന്നത്. അതെ അതെ നല്ല ഐഡിയ ഉണ്ടോ? അതെ. അപ്പൊ ഇതിനി ഫുൾ ഒന്ന് ഡ്രൈ ആകണം ഗൈസ്. ഓക്കെ, ഇപ്പത്തെ സിറ്റുവേഷനിൽ ഡ്രൈ ആവില്ല. ഒന്നാമത് ഫാന് പോലും ഇല്ല, കറണ്ട് പോയിട്ടുണ്ട്. വേണ്ടായിരുന്നു. അപ്പൊ ഇതൊന്ന് ഡ്രൈ ആവട്ടെ. ഡ്രൈ ആയി കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി കാണിച്ചു. എത്ര മിനിറ്റ് വേണം ഡ്രൈ ആവാന്ന് പറഞ്ഞു കൊടുക്കേ. അതിപ്പോ ഓരോരുത്തരെ ഇതിപ്പോ ഫാനില്ലാത്തത് കൊണ്ട് കുറച്ചുകൂടി ഫാനുള്ളവരൊക്കെ ആണെങ്കിൽ, അതായത് ഇതൊന്ന് ഒട്ടണ വരെ നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. അങ്ങനെ പ്രത്യേകിച്ച് ടൈം ഒന്നുമില്ല. നിങ്ങൾക്ക് അത്ര പെട്ടെന്നാണെന്നുണ്ടെങ്കിൽ ആ പൊരുവയിലത്തേക്ക് ഒന്ന് ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തീരുമാനം. അപ്പൊ നമുക്കിത് ഉണങ്ങിയിട്ട് കാണാം. അങ്ങനെ ഗൈസ് നമ്മുടെ ജുബിയുടെ എന്തായിരുന്നു ഫേസ് പാക്ക് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. കറണ്ട് ഒക്കെ വന്നു. ഫാനിന്റെ ചോട്ട് ഒരു 10 ഒരു അരമണിക്കൂറോളം ഇരുന്നിട്ടുണ്ട് ഉണങ്ങാൻ. ജസ്റ്റ് ഒരു അരമണിക്കൂർ മതി. എന്നിട്ട് നമുക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ പോക്കാം. ആദ്യം ഒന്ന് ഇങ്ങനെ 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 വെള്ളം നനച്ചെടുക്കാം. ഡ്രൈ ആയതല്ലേ, ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇങ്ങനെ നനച്ചെടുക്കാം. വാസിക്കാക്കന്റെ മുഖത്ത് നോക്കിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇത് ഞാൻ ഉണ്ടാവുമ്പോ വേറെ എന്തിന് കണ്ണാടിയില്ല, അതല്ലേ ഉദ്ദേശിച്ചത്? അതല്ല, നിങ്ങളെ ഫോണിൽ കൂടെ എനിക്ക് കാണാൻ പറ്റും. ഓ അങ്ങനെ. ഒന്ന് ഡ്രൈ ആയില്ലേ ഗൈസ്? ഈ കോപ്പ വളരെ കോസ്റ്റ്ലി ആണ്. ഓൺലൈനിൽ മേടിച്ചതാണ്. ഏകദേശം 1200 വേണ്ടല്ലേ, തള്ളണ്ട, വേണ്ട വീട്. പിന്നെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് മസാജ് ചെയ്ത് കൊടുക്കുക. എപ്പോഴും നമ്മൾ ഫേസ് മസാജോ അല്ലെങ്കിൽ സോപ്പ് എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ താഴത്തുനിന്ന് മുകളിലേക്ക് ചെയ്യാം. ഒരിക്കലും ഇങ്ങോട്ടേക്ക് ചെയ്യരുത്, കാരണം അപ്പൊ നമ്മളെ ഫേസിന് തൂങ്ങി വരും. കവിള് തൂങ്ങി വരുന്ന പറയുന്നത്. അപ്പൊ ഇങ്ങനെ ചെയ്താല്, അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഉണ്ട കവിള്. ഇപ്പോൾ എനിക്ക് മനസ്സിലായത്. ആദ്യം അങ്ങനെ താഴത്തൊക്കെ ചെയ്തില്ലേ. പക്ഷെ ഇവളായിക്കോട്ടെ, ഇവളെ ഉമ്മ ആയിക്കോട്ടെ, ഫർജു ആയിക്കോട്ടെ, നന്നായിട്ട് സ്കിന്നി കെയർ ചെയ്യും കേട്ടോ. അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഇതേപോലെയുള്ള ടിപ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട്. ഇതൊക്കെ പഠിച്ചത് ഞാൻ ഫർജുനെ കണ്ടിട്ട്. ഓള് ചെയ്യാത്ത ഒന്നും സാധനങ്ങളില്ല. ഓളൊരു എന്താ പറയാ, എന്തെങ്കിലും ബസ്സിലൊക്കെ പറയാനുള്ളത് ബാക്കി കൂടി ഒരു ഇരയായിരുന്നു ഞാൻ. അന്നൂസിന് ഞാൻ ഇരയാക്കുന്നില്ലേ, അതേപോലെ ഓളെ ഇരയായിരുന്നു. ഓൾ എന്ത് ചെയ്യാൻ അതിന്റെ എന്റെ ഫേസിൽ ഓള് ചെയ്തു വെക്കും. അത് സക്സസ് ആയാലും അതന്നെ, അതായാലും ഓ വിജയിച്ചു, ഇതിന് ഞാൻ വിജയിച്ചു. പക്ഷെ ഞങ്ങളെ രണ്ടാളെ വിജയമാണ് ഉമ്മന്റെ ഫേസിൽ നമ്മൾ ചെയ്യല്. ഒക്കെ എന്റെ ഉമ്മക്ക് പല ടിപ്സുകളും അറിയാം. ചേട്ടനെ കൊണ്ടൊക്കെ ഉണ്ടാക്കണം. ഞാൻ ഓളെ വീഡിയോയിൽ കണ്ടിക്കണേ. അതൊക്കെ ഞാൻ അടുത്ത് ഞാൻ ചെയ്തത്. ഓക്കെ, ഇത് ക്ലിയർ ആയാ? കൊറേയൊക്കെ പോയാ? അപ്പൊ നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പൊ ഇതാണ് നമ്മളെ ക്ലിയർ ഫേസ് വരിക. ക്ലിയർ ഫേസ് ഇത് അല്ലേ? ഇല്ലടി, കൊറേ പോവാണ്ട്. ഈ ഒന്ന് നീറ്റാക്കിട്ട് വാ. മാക്സി ഒക്കെ തീർന്നു കൊടുത്തിട്ട് ഇപ്പൊ ഉമ്മാന്റെ മാക്സി എടുത്തിട്ടല്ലാണ് അവളെ മെയിൻ പരിപാടി. കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ജുബിന്റെ മാക്സി കളക്ഷൻസ് കാണിക്കുമോ? ഒക്കെ എന്റെ അമ്മന്റെ മാക്സി കളക്ഷൻസ് കാണിക്കാൻ മാത്രം ഒക്കെ അടിച്ചു മാറ്റിയ കളക്ഷൻസ് ആണ് കേട്ടോ. കഴിഞ്ഞില്ലേ? മതി, ഇത്ര മതി കേട്ടോ. ഫുള്ള് കളയരുത്. ഇതാ കുറച്ച് ഏകദേശം ഇത്രയൊക്കെ അവശേഷിപ്പിക്കാട്ടോ. എന്റെ പോത്തുണ്ണിയ ഒരു സൈഡ് മാത്രം തോറ്റിയ എങ്ങനെയാണ് ഈ ഫുള്ളായിട്ട് പോവാ? മറ്റേ സൈഡ് വേറെ ആരും വന്ന് തോത്തുവോ? അപ്പൊ നല്ല വ്യത്യാസം നിങ്ങൾക്ക് ഫീൽ ചെയ്യണ്ടല്ലോ. എന്താ വ്യത്യാസം! തുടക്കത്തിലേ ഈ വെയിലത്തന്റെ അറ്റത്ത് വന്നാണ് ഇരിക്കുന്നത്. ഇപ്പോഴും അവിടെ തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പൊ ഒരാഴ്ചയോളം കുളിക്കാതെ നടന്നിട്ട് ആ ഒരു എഫക്റ്റ് ഒക്കെ മാറി. വേണ്ട. അപ്പൊ ഗൈസ് ഇതാണ് ഇതാണ് ജുബിയുടെ ഫൈനൽ ലുക്ക് കേട്ടോ. എന്റെ ഫൈനൽ ലുക്ക് നല്ല ആരും നെട്ടരുത്. ഇതൊന്നും വീട്ടിൽ അനുകരിക്കരുത്. ഓക്കെ, എന്നിട്ട് കൊണ്ടാ ഞാൻ തോത്തി തരാം. കാണൂല കഴുത്തില്. ഓക്കെ, പോയി കണ്ണാടി ഇടാൻ പറ്റില്ല. അപ്പൊ ഇതാണ് നമ്മുടെ ജുബിയുടെ ഫൈനൽ ലുക്ക്. നല്ല മൊഞ്ചി തേക്കണില്ലേ? ഇല്ലേ? രസമുണ്ട്. അത്യാവശ്യം നല്ലൊരു ഗ്ലോ വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇതിന്റെ മുകളില് നല്ല നമ്മൾ എന്തായാലും കുളിക്കണം. കുളിക്കണതിന് മുന്നാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. പിന്നെ നമ്മളത് കഴിഞ്ഞിട്ട് ഒന്ന് സൺക്രീമോ അല്ലെങ്കിൽ വല്ല നമ്മളെ ഫേസിലുള്ള ചെറിയ നമ്മൾ തേക്കണ ക്രീമില്ല, അതൊന്ന് ലോഷൻ ആണോ? ഫേസ് ലോഷൻ ഉണ്ടാവും, അത് തേക്കാം. അല്ലെങ്കിൽ മോയ്സ്ചറൈസിംഗ് ക്രീം ഉണ്ടാവും, അത് തേക്കാം. അപ്പൊ ജസ്റ്റ് ഒന്ന് സെറ്റ് ആവും നമ്മുടെ ഫേസ്. ഇനി ആരും ചോദിക്കരുത് ജുബിയുടെ ബ്യൂട്ടി ടിപ്സ് എന്താണ്, വീഡിയോ ചെയ്യോ എങ്ങനെയാണ് ഇത്ര ഗ്ലോ എന്നൊന്നും ആരും ചോദിക്കരുത്. ഞാൻ ഉമ്മനോട് ചോദിച്ചിട്ട്
നിങ്ങൾക്ക് പറ്റുന്നത്ര ഞാൻ ഓരോ വീഡിയോസ് ഞാൻ ഇടാം. എന്റെ മക്കൾ ഇത്രയും നല്ല ബ്യൂട്ടി ടിപ്സ് യൂട്യൂബിൽ ഓക്കെ. അപ്പൊ ഇതാണ് എന്റെ ഫൈനൽ ലുക്ക്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണം. പിന്നെ എല്ലാ എമ്മ ലുക്കാണ് അല്ലേ? ഞാൻ മോനെ ഞാൻ ഫോണിന്റെ ബ്രൈറ്റ്നസ് ഒന്നും കൂടി കൂട്ടിക്കണം, കുറച്ച് നേരം കൂടുതൽ തോന്നാൻ. കഷ്ടപ്പെട്ട് ചെയ്തോ പോലെ. ഓക്കെ, ഇനി ഇത് ബാക്കിയുള്ളത് നമ്മളെ കുട്ടി പിരാന്തന്മാർക്ക് തേച്ച് കൊടുക്കണം. ഓല മേത്ത് ഞാൻ മാത്രം ഇത് സഹിച്ചാൽ പോരാ, ഓലും കൂടി സഹിക്കട്ടെ. അപ്പൊ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.